പോലും നിങ്ങൾ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വിഷയാവതരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കുറെ സമയം എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. വിഷയം ഇത് തന്നെയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചാൽ ഏത് സ്ഥലത്തുനിന്നും എവിടെ വെച്ച് വിളിച്ചാലും അദ്ദേഹം ഉത്തരം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കണം. അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിക്കണം. അത് നിങ്ങൾക്ക് ഏത് ഗ്രന്ഥങ്ങളെടുത്തും തെളിയിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ഈ സംവാദം ജനങ്ങൾ കേൾക്കുന്നുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ. നമ്മളൊരു വാശിയോടോ വൈരാഗ്യത്തോടോ കൂടി ആവരുത്. സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ചോദ്യം ചോദിക്കേണ്ടത് ഞാനാണെങ്കിൽ ഒരു എസ് എടുക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം തന്നെ ഇപ്പൊ ചോദിക്കാണ്. ഇപ്പൊ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ ഷഹാദ്, ഞാൻ ചോദ്യം തുടങ്ങട്ടെ. ഒന്നാമത്തെ എന്റെ ചോദ്യം ഞാൻ തുടങ്ങട്ടെ. ഒന്ന് ടെക്സ്റ്റ് എടുക്കുക. എന്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഷഹാദ്, ചോദ്യം ഞാൻ ചോദിക്കും. ഒന്ന് ടെക്സ്റ്റ് എടുക്ക്. ഹലോ ഹലോ. മധ്യസ്ഥൻ തീരുമാനിക്കട്ടെ. മധ്യസ്ഥൻ തീരുമാനിക്കട്ടെ എന്നോ? സഹോദരൻ, ഞാനങ്ങ് ചോദിക്കട്ടെ, നീ മറുപടി പറഞ്ഞോ? ഞാനങ്ങ് ചോദിക്കാം. ഷഹാദ് ചോദിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ മറ്റേ മധ്യസ്ഥൻ എന്ത് പറയുന്നു? മറ്റേ മധ്യസ്ഥൻ എന്താ പറയാ? അതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു തീരുമാനമില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? അപ്പൊ നമ്മൾ നറുക്കിടേണ്ടി വരും. അപ്പൊ എങ്ങനെയാ ചെയ്യാ? ഇതാണ് നമ്മൾ പറഞ്ഞത്, ആദ്യം തീരുമാനിക്കണം എന്ന് പറഞ്ഞത്. ഒന്നും തീരുമാനിക്കാതെ നിങ്ങൾ ഒരു സംവാദത്തിന് പോലും പോയിട്ടില്ല എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു സംവാദത്തിന് പോലും പോയിട്ടില്ല എന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ ഈ വിഷയത്തിൽ രണ്ട് മധ്യസ്ഥന്മാരുണ്ട്. ഒന്ന് അബു എഹ്സാനാണ്, അബ്ദുൽ ജലീലാണ്. അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? മൈക്ക് കൈമാറുന്നു. മൈക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ഹലോ. ഒന്നും മിണ്ടിയിട്ടില്ല. അതാണ്, ആരും മൈക്കെടുത്തില്ല. അല്ല അവിടെ വിഷയം നടന്നിട്ടുള്ളത്. അവിടെ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, നീ അവിടെ വന്നിട്ട് പറഞ്ഞത് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വാക്കുകൾ, അതായത് ഈ വള്ളനീളത്തിൽ നിന്ന്, അത് മലയാളമാണ്, അതുപോലെ ഉണ്ടാവില്ല ആ ആശയത്തിൽ വരുന്ന, അതായത് മുഹീദ്ദീൻ ഷെയ്ഖ് പോലും പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചാൽ ഞാൻ എന്നെ വിളിക്കാമെന്നുള്ളത് മുഹീദ്ദീൻ ഷെയ്ഖ് പോലും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അവിടെ വിഷയം. അപ്പോൾ എന്നെ വിളിച്ച് ഇസ്തിആദ ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചെയ്യാം, ജലീൽക്കൊന്ന് എഴുതിക്കുക, ജലീൽക്കൊക്കെ വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഹലോ ഷഹാദ്, നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഈ സംവാദം നടക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിച്ചു തന്നിട്ടുണ്ട്. അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇവിടെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊന്ന് സമ്മതിക്കാം. കാരണം ഞാൻ ഒരാളെ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അതിന് നിങ്ങൾ സമ്മതിച്ചു തരണം. അത് നിങ്ങൾ സമ്മതിച്ചോട്ടെ. ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഇനി ഇവിടെ ചോദ്യം ചോദിക്കട്ടെ ആരാന്ന് പറഞ്ഞിട്ട് അതിന് സമയം പോക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാനങ്ങ് നിങ്ങളല്ല തെളിവ് കൊണ്ടുവരുന്നത്, നിങ്ങളാണല്ലോ തെളിവ്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഇനി അതല്ല, പിന്നെ മധ്യസ്ഥൻ എന്താ പറയാനുള്ള വെച്ചാൽ മൈക്കെടുത്തോ പെട്ടെന്ന്. ഇതും പറഞ്ഞ് ഒരുപാട് സമയം പോക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക. നിങ്ങൾ അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞോ, സംവാദം നടക്കും ഇൻഷാ അല്ലാഹ്. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ അഷ്റഫ് പൂനൂർ, നീ വിഷയാവതരണം നടത്തിയത് പോലും ശരിയല്ല. നീ പറയുന്നത് നിന്റെ വാദമാണ്. നീ പറയുന്നത് നിന്റെ വാദം എന്ത്? ഇത് അതായത് ഈ കള്ളക്കഥയാണ്, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയാണെന്ന് ഷഹദ് പറഞ്ഞാണ് നീ ഇവിടെ പറഞ്ഞത്. ഷഹദ് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഷഹദ് തന്ന തെളിവ് ഫുയൂദാത്തുർ റബ്ബാനിയിലുള്ള തെളിവാണ് ഞാൻ തന്നത്. ഫുയൂദാത്തുർ റബ്ബാനിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ല ഷഹദ് പറഞ്ഞുണ്ടാക്കിയതല്ല. ഞാൻ തന്നത് പ്രമാണങ്ങളിൽ നിന്നാണ്, കിതാബിൽ നിന്നാണ്. നീ പറയുന്നത് അങ്ങനെയല്ല. നീ പറയുന്നത് നിന്റെ വാദമാണ്. നീ പറയുന്നത് അങ്ങനെയല്ല, ഇത് കെട്ടി ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് നീ പറയുന്നത്. അല്ലാതെ ഒരു കിതാബിൽ നിന്നും നീ ഭാരത്ത് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.
അതുപോലെ അവിടെ അല്ല അവിടെ നടന്ന വിഷയാവതരണം, ഈ വിഷയം എന്താണെന്ന് പോലും ക്ലിയറായി പറഞ്ഞിട്ടില്ല. അവിടെ നടന്ന വിഷയം മുഹീദ്ദീൻ ശൈഖ് പോലും പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചോളൂ എന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ഇത് കൊടുത്തത്. എന്ത് ഇങ്ങനെ പിന്നെ ഫുയുദാത്ത് റബ്ബാനിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ നീ പറഞ്ഞത് അത് കള്ള കിതാബാണെന്ന് ഞാൻ തെളിയിക്കും, അത് പാള കിതാബാണെന്ന് ഞാൻ തെളിയിക്കും, എങ്കിൽ ബൈലക്സിൽ വരൂ എന്നാണ് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായിരുന്നു വിഷയം. ഓക്കെ, അപ്പം നീ പ്രാമാണികമായിട്ട് ഇത് തെളിയിക്കണം, അതാ വേണ്ടത്. ഞാൻ ചോദ്യം ചോദിക്കുന്നതിനെ കുറിച്ച് ജലീൽക്കൊന്ന് റൈസാൻഡേ പ്ലീസ്. ഞാൻ അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞതാണ്, അതായത് മധ്യസ്ഥൻ മൈക്കെടുക്കുന്നതിന് മുന്നേ സംഭവം പറഞ്ഞാണ്. നീ പറഞ്ഞ വിഷയാവതരണം ശരിയായിട്ടില്ല. ഓക്കെ, ഇനി ഇതിന്റെ പേരിലും സംവാദം മുടങ്ങണ്ട. നിങ്ങളെ സംവാദത്ത് ഒരിക്കലും നടക്കാതാകരുത്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ചോദിച്ചോ. ചോദിക്കാനുള്ള പിന്നെ എത്ര ചോദ്യമാണ് ഇത്. ഞാൻ ഇന്നലെ മെനയാന്നും പിന്നെ ഫേസ്ബുക്ക് പറയുന്നുണ്ട്, അല്ല നമുക്ക് വിഷയം വേണ്ടേ, എത്ര മിനിറ്റാന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട്. അതൊന്നും നീ കാണുന്നില്ല. എന്തായാലും എടുത്ത മൈക്ക് ചോദ്യം ചോദിച്ചു. അസ്സലാമലൈക്കും. അതെ, പിന്നെ വാദപ്രതിവാദമാകുമ്പോ എത്ര ചോദ്യം, എത്ര പിന്നെ ആ സമയം, അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യണ്ടേ? ചോദ്യത്തില് എത്ര, നിങ്ങൾ തന്നെ ചോദിച്ചോളൂ. ചോദ്യത്തില് 8 ചോദ്യം, 8 ചോദ്യം ആദ്യം തന്നെ 8 ചോദ്യം ആക്കണ്ട. അത് ഒരാൾ ഒരു ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യം രണ്ടാൾ ഒരിക്കൽ ചോദിക്കുക, ഒരു പാർട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ചോദ്യം. അങ്ങനെ അതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? 8 അവസരം അങ്ങനെയാണോ? എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ഒരു ചോദ്യം 8 അവസരം. എന്തായാലും ശരി, ഒന്ന് മൈക്കിലേക്ക് വരിക, ഒന്ന് ക്ലിയർ ആക്കി. ഞാനിപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് എത്തുന്നത്, അതുകൊണ്ട് ഒന്ന് ക്ലിയർ ആക്കിക്കാളെ. ഹലോ, ചോദ്യം നമ്മൾ മുമ്പ് തീരുമാനിച്ചതുപോലെ തന്നെ 8 അവസരം ഒരാൾക്ക് കിട്ടുന്നതാണ്. ചോദ്യത്തിന് 2 മിനിറ്റും ഉത്തരം പറയാൻ 3 മിനിറ്റും, അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അത് പ്രകാരം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് മൈക്രോഡ് ചെയ്യുന്നു. വിഷയത്തിൽ ഒതുങ്ങിയ രൂപത്തിൽ ആയിരിക്കണം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ചോദ്യത്തിന് 2 മിനിറ്റും ഉത്തരത്തിന് 3 മിനിറ്റുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ വിഷയം മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് മഹത്വങ്ങൾ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിവരിച്ച ഗ്രന്ഥം, ആ ഗ്രന്ഥം കള്ള കിതാബുകളാണ്. ആ കിതാബുകളൊന്നും പ്രാമാണികമല്ല. ആ മുഹീദ്ദീൻ ശൈഖിന്റെ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ ഇവിടെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഇബാറത്തുകളെല്ലാം പറഞ്ഞ കിതാബുകൾ കള്ള കിതാബുകളാണ് എന്നുള്ളത് തെളിയിക്കലാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ചർച്ച നടക്കേണ്ടത്. ഞാൻ മൈത്രി ചെയ്യുന്നു. ഹലോ, ഞാൻ ഒന്ന് ഫസ്റ്റ് ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഫസ്റ്റ് ചോദ്യം ചോദിക്കാം. പിന്നെ ഇവിടെ അഷ്റഫ് പറയുകയുണ്ടായി ഇത് കള്ളക്കഥയാണെന്ന് പറയുന്നുണ്ടായി. അതിന്റെ പിന്നെ മുന്നോടിയായിട്ടാണ് ഇവിടെ ചർച്ച നടക്കുന്നതെന്ന്. അതായത് ഇത് കള്ള കിതാബാണ്, ഫുയൂദാത്ത് റബ്ബാനിയിലുള്ള ഈ വരികൾ കള്ളക്കഥയാണ്, മുഹീദ്ദീൻ ശൈഖിന്റെ മേലിൽ ചമച്ചതാണ് എന്ന് പറയുന്നു. അപ്പോൾ പ്രമാണങ്ങളിൽ നിന്നുള്ള ഒരു ഇബാറത്ത് ഉദ്ധരിക്കുക. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് പ്രാമാണികമായി നീ തെളിയിക്കുക. ഓക്കെ, അത് പ്രമാണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഇബാറത്ത് കൊണ്ട് ഈ ഫുയൂദാത്ത് റബ്ബാനിയിൽ പറഞ്ഞ കാര്യം അത് തെറ്റാണെന്നും മറ്റുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? അല്ലാതെ അഷ്റഫിന്റെ യുക്തി ഇവിടെ പ്രയോഗിക്കേണ്ടതില്ല, അഷ്റഫിന്റെ അഭിപ്രായം ഞങ്ങൾക്ക് ആവശ്യമില്ല, അത് തെളിവുമല്ല. മറ്റുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞത് ഫുയൂദാത്ത് റബ്ബാനി 50-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം, അന കുത്തുബ് അക്താബിൽ വജൂദു ഹഖീഖത്തൻ എന്ന് പറയുന്ന ഈ വരികൾ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതല്ല എന്നുള്ളത് പ്രമാണങ്ങളിൽ നിന്ന് ഈ പാറത്തെടുത്തുകൊണ്ട് തെളിയിക്കുക. ഓക്കെ, ഞാൻ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഇവിടെ ഷഹാദ് എന്നോട് ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും പിന്നെ ചോദിച്ച ചോദ്യം നല്ല രസമുണ്ട്. കാരണം മുഹയ്യദ്ദീൻ ഫേസ്ബുക്കിൽ നടന്ന ചർച്ച തന്നെ വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നുള്ള വിഷയത്തില് മുഹയ്യദ്ദീൻ ഷേഖിന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവിടെ മുഹയ്യദ്ദീൻ ഷേഖിന്റെ കിതാബാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് മുഹയ്യദ്ദീൻ ഷേഖിന്റെ കിതാബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫുയൂലാത്തുർ റബ്ബാനിയെ കൊടുത്തു. മുഹയ്യദ്ദീൻ ഷേഖിന് ഫുയൂലാത്തുർ റബ്ബാനിയ എന്ന് പറഞ്ഞൊരു കിതാബേ ഇല്ല. ആളുകൾ കേൾക്കുക, മുഹയ്യദ്ദീൻ ഷേഖിന് അങ്ങനെ ഒരു കിതാബില്ല ആദ്യമായിട്ട് പറയുന്നു. ഇനി ആ കിതാബ് മുഹയ്യദ്ദീൻ ഷേഖിന്റെ പേരിൽ ഉണ്ടാക്കിയ കിതാബ്, ആ കിതാബിൽ പറഞ്ഞു എത്ര തവണ ചോദിച്ചിട്ടെന്നറിയാവോ ഈ ഫേസ്ബുക്കിൽ മൊഹീദ്ദീൻ ഷേഖിന്റെ കിതാബിൽ എവിടെ, മൊഹീദ്ദീൻ ഷേഖിന്റെ കിതാബിൽ എവിടെ? അപ്പൊ അതെന്ന് പറയാനില്ല. എന്താ മൊഹീദ്ദീൻ ഷേഖിന്റെ തന്നെ വേണോ എന്ന് ചോദിച്ച ആളുകളാ. എന്തായാലും ചോദ്യത്തിലേക്ക് വരാം. എന്തായാലും ആ ചർച്ച ആളുകൾക്ക് അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞുള്ളൂ. ചോദ്യത്തിലേക്ക് വരാം. ഈ പറയുന്ന ഫുയൂലാത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന കിതാബ് കള്ള കിതാബാണ് എന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫുയൂലാത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന കിതാബ് കള്ള കിതാബ് എന്ന് പറഞ്ഞാൽ പോരാ, വേറെന്തെങ്കിലും കൂട്ടി പറയണമെങ്കിൽ അതും കൂടി കൂട്ടി പറയണം. ഒരു 100 കള്ള കിതാബ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വന്തം കിതാബുകൾ എഴുതി വെച്ചതിന് എതിരാണ് ഫുയൂലാത്തുർ റബ്ബാനിയയിൽ ഉള്ളത്. അപ്പോൾ മുഹ്യിദ്ദീൻ ഷേഖ് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ആ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്യണം എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഫുതൂഹുൽ ഗൈബിൽ പറയുന്നു. അപ്പോൾ തന്റെ സ്വന്തം കിതാബിൽ പറയുന്നു അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പാടുള്ളൂ എന്ന്. തന്റെ പേരിൽ ഏതോ കള്ളന്മാർ എഴുതി ഉണ്ടാക്കിയ കിതാബിൽ പറയുന്നു എന്നെ നിങ്ങൾ വിളിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നു. അപ്പോൾ മുഹ്യിദ്ദീൻ ഷേഖ് പറഞ്ഞതോ സ്വീകരിക്കേണ്ടത് അതല്ല, ഈ കള്ള കിതാബിൽ പറഞ്ഞതോ സ്വീകരിക്കേണ്ടത്? ഇപ്പൊ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്ത്? തന്റെ സ്വന്തം കിതാബിൽ പറയുന്നു എന്ത്? ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദി മിൻ ഖൽഖില്ലാഹി തആല ഫദാലിക ഇശ്റാഖ് എന്ന് പറയുന്നത് ഷിർക്കാണ്. അത് ഷിർക്കാണ്. നിങ്ങൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യണം. അതുകൊണ്ടാണ് ഫഅലൈക ബിൽ ഇസ്തിഗാസത ഇലൈഹി, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യണം, അല്ലാതെ മറ്റുള്ള ആരോടും നിങ്ങൾ ചോദിക്കരുത്, ഇസ്തിഗാസ ചെയ്യരുത് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തന്റെ സ്വന്തം കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്റെ സ്വന്തം കിതാബായ ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞത് അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ ഉണ്ടായിരിക്കെ തന്റെ പേരിൽ എഴുതി ഉണ്ടാക്കിയ ഏതോ കള്ളന്മാർ എഴുതി ഉണ്ടാക്കിയത് സ്വീകരിക്കണോ? ഇപ്പൊ തന്നെ ബോധ്യപ്പെട്ടല്ലോ. കാരണം ഷഹാദ് എന്താണ്? ഒരു കിതാബ് എഴുതി. ഉദാഹരണത്തിന് ഷഹാദ് എന്ന് പറയുന്ന ആള് ഒരു കിതാബ് എഴുതി, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇസ്തിഗാസ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അപ്പം ഒരു 250 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വേറൊരാൾ എഴുതി ഷഹാദ് പറഞ്ഞിട്ടുണ്ട് എന്ത്, നിങ്ങൾ എന്നോട് ഷഹാദിനോട് ഇസ്തിഗാസ ചെയ്യണമെന്ന്. ഏതാ സ്വീകരിക്കേണ്ടത്? ഷഹാദ് ഒറിജിനൽ ആയിട്ട് എഴുതിയതോ അതല്ല ഷഹാദിന്റെ പേരിൽ ഏതോ ഒരു കള്ളൻ ഉണ്ടാക്കിയതോ? അപ്പോൾ എന്താണ്? മുഹ്യിദ്ദീൻ ഷേഖിന്റെ ഒരു കിതാബിലും അങ്ങനെയില്ല. മുഹ്യിദ്ദീൻ ഷേഖ് പറഞ്ഞത് അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇവിടെ സമയം നോക്കാന് ഉള്ള ആള് ഷഹാദിന്റെ ആള് പോയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു 4-5 ആള് കിടന്നോട്ടെ, ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റേ ആള് ഏറ്റെടുക്കാമല്ലോ നോക്കാം. നിങ്ങളൊരു സംവാദം ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തെളിയിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തന്റെ ഏതെങ്കിലും തന്റെ കിതാബിൽ എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ആ മധ്യസ്ഥൻ എവിടെ പോയി എന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇവിടെ പച്ചക്കള്ളമാണ് അഷ്റഫ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് മുഹീദ്ദീൻ ഷേഖിന്റെ കിതാബിലുള്ള ഇബാറത്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേയില്ല. മുഹീദ്ദീൻ ഷേഖിന്റെ കിതാബിൽ പറഞ്ഞാലേ അത് അംഗീകരിക്കൂ എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഫുയൂലാത്തുർ റബ്ബാനി എന്ന കിതാബിലാണ്. 50-ാമത്തെ പേജിൽ അവിടെ വിശദീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് കള്ളമാണെന്ന് ഈ അഷ്റഫിന്റെ ഈ കണ്ടെത്തൽ പറ്റില്ല. അത് മറ്റുള്ള പണ്ഡിതന്മാർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് രേഖപ്പെടുത്തി വെക്കണം. ഈ പറഞ്ഞിട്ടുള്ളത് ഇന്ന കാരണങ്ങൾ കൊണ്ട്
അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ആ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അല്ലെങ്കിൽ അഷ്റഫിന്റെ കണ്ടുപിടുത്തം ഞങ്ങൾക്ക് ആവശ്യമില്ല. അള്ളാഹുവിനോട് സഹായം തേടുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്കൊരു ഇതുമില്ല. അള്ളാഹുവിനോട് സഹായം തേടാൻ പറ്റില്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല. അത് വേറെ വിഷയം. അത് ഇസ്തിആസ, പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾ